അപ്പൊ നമ്മളൊരു മൺസൂൺ ട്രിപ്പായിട്ട് വന്നതാണ്. വണ്ടി ഒന്ന് സൈഡാക്കാം. അത്യാവശ്യം മഴയുണ്ട് കേട്ടോ, നമുക്കൊന്ന് ഇറങ്ങാം. എങ്ങനെയുണ്ട് നോക്കട്ടെ. അടിപൊളി അടിപൊളി അടിപൊളി. അത്യാവശ്യം മഴയുണ്ട് സുഹൃത്തുക്കളെ. എന്താ നോക്കുന്നത്, അങ്ങോട്ട് നോക്ക്. ലൊക്കേഷൻ അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ വഴിയിലൂടെയൊക്കെ വരേണ്ടതാണ്. നല്ല രസകരമായ മൺസൂൺ ട്രിപ്പ് ആസ്വദിക്കാനായിട്ട്. ഇത് പുഞ്ചപ്പാടാണ് ഈ കാണുന്നത്. പുഞ്ചപ്പാട് എന്ന് പറയുന്നത് ഇതുണ്ടോ, ഇവിടെയൊക്കെ പുഞ്ചകൃഷിയില്ല, പക്ഷെ വെള്ളം കയറിയിട്ട് നിറഞ്ഞു കിടക്കുക. അതുകൊണ്ട് ഇനിയിപ്പോ ഇവിടെ ഈ പ്രാവശ്യം കൃഷി കുറച്ച് കുറവായിരിക്കും. പക്ഷെ എങ്കിലും നല്ല രസകരമായ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് വിശ്രമ വേളകൾ ആനന്ദകരമാക്കണമെന്ന്. അപ്പൊ ഇതുപോലെ ചെറിയ സമയങ്ങളൊക്കെ കിട്ടുമ്പോൾ ചെറിയ ചെറിയ വഴികൾ, വലിയ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ടൂറൊന്നും അല്ലാണ്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ അധികം ഫേമസ് അല്ലാത്ത, നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടില്ല, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇതുപോലുള്ള കാഴ്ചകൾ ഉണ്ടാവും. ഇതൊരു ക്യാമറയിലേക്ക് വരുമ്പോഴാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോഴാണ് അതിനൊരു പുതുമ തോന്നുന്നത്. കാരണം നമ്മൾ എന്നും കാണുന്നതുകൊണ്ട് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പ്രദേശത്തിനൊന്നും അത്ര ഒരു ഭംഗി തോന്നില്ല. കാരണം ഇവിടെയുള്ള പ്രദേശവാസികൾ, ഇവിടുത്തെ ഗ്രാമവാസികളൊക്കെ എന്നും കാണുന്ന, അവർ ഡെയിലി പോകുന്ന റോഡാണ്. അതുകൊണ്ട് അവർക്കൊരു പുതുമയോ പ്രത്യേകതയോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു പ്രത്യേക അനുഭൂതിയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ. നമ്മൾ എന്നും കാണുന്ന സ്ഥലങ്ങൾ നമുക്ക് വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കായിരിക്കും അത് മിക്കവാറും ഒരു രസകരമായി തോന്നുക. അപ്പൊ നിങ്ങൾ പോകുന്ന യാത്രകളിലൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ എടുത്ത് നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് നോക്ക്. ചിലപ്പോൾ അതുകൊണ്ടൊരു വരുമാനം എന്നതിലുപരി ഒരുപാട് ആളുകൾ നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫി തന്നെ കാണിക്കാൻ പറ്റുന്നു. നിങ്ങളുടെ സ്കില്ല് എത്രമാത്രം ഉണ്ട്, നിങ്ങൾക്ക് എത്രമാത്രം സംസാരിക്കാൻ കഴിയും, നിങ്ങൾ എത്രമാത്രം പ്രകൃതിയെ സ്നേഹിക്കുന്നു, ഇതൊക്കെ കാണാൻ കഴിയുന്നൊരു അനുഭവം കൂടിയാണ് ഓരോ യാത്രകളിലും നമ്മൾ എടുക്കുന്ന വീഡിയോകൾ. ഈ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ ഇത് കായംകുളത്തിനും ഹരിപ്പാടിനും ഇടയിലാണ്. നങ്ങ്യാർകുളങ്ങരയിൽ നിന്ന് മാവേലിക്കരയ്ക്ക് പോകുന്ന റൂട്ടാണ്. ഇതിലെ വരുമ്പോഴാണ് ഇത്രയും ഗംഭീരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുക. നിങ്ങൾ ആലപ്പുഴയ്ക്ക് ഹരിപ്പാട് അല്ലെങ്കിൽ നങ്ങ്യാർകുളങ്ങര വഴിയിലൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലെ ഈ റൂട്ടിലൂടെ ഒന്ന് സഞ്ചരിക്കണം. കുറച്ച് ഒരു 10 മിനിറ്റ് ഒക്കെ വണ്ടിയൊക്കെ നിർത്തി ഒരു ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്.